ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രസ് ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യണേ. അല്ല, നീ എന്നോട് ഈ വീഡിയോ തുടങ്ങുമ്പോ നീ എന്താ പറഞ്ഞത്? എന്താ നിനക്ക് വയ്യ എന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വിചാരിച്ച എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനായിരിക്കും. എനിക്ക് വയ്യ, എനിക്ക് നല്ല വേദനയുണ്ട്. മനോ ആസ് യൂഷ്വൽ അത് നൂഡിൽസ് പോലെ ആവണ്ട കേട്ടോ. പ്രോത്സാഹനമില്ല. അതായത് ബേസിക്കലി നല്ല പെയിൻ ഉണ്ട്. അപ്പൊ കാതില് മരുന്ന് ഒഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ണേട്ടൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിള്ളേർക്കും എല്ലാവർക്കും ഞങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ ഞാൻ മാത്രം എന്താ പറയുന്നത്? കണ്ണേട്ടനല്ലേ ഉണ്ടാക്കണം, പറയൂ. ഹായ് ഹലോ നമസ്കാരം. എന്താ ഉണ്ടാക്കി തരാൻ പോണ്? മുട്ട വിട്ടൊരു കളിയില്ല. ആ എന്തെങ്കിലും ഒരു മുട്ട കൊണ്ട് ചെയ്യാം. ശരി. എന്റെ മനസ്സിൽ ചില ഐഡിയകളുണ്ട്. ഓക്കെ, കൂട്ടാനാണ് അല്ലേ? കിച്ചോടെ ബിരിയാണി വേണം പറയുന്നുണ്ട്. മുട്ട ബിരിയാണി. ആ, മുട്ട ബിരിയാണി. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയാം ആദ്യം. അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയും. അത് കറക്റ്റ് ആണെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇതാണ് ഒരു പ്രോത്സാഹനത്തിന്റെ അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്. മുട്ട ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? 15 കൊല്ലായി ഈ ഒരു 15 കൊല്ലായി ഒരു ബിരിയാണി പോയിട്ട് ഒരു മര്യാദ. ശരി, ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറയാം, അത് ശരിയാണെങ്കിൽ നീ ഓക്കെ പറഞ്ഞു. ബിരിയാണിയുടെ സാധനങ്ങൾ പറയാം. അരി പ്രോത്സാഹിപ്പിക്കും. അരി, ബിരിയാണിക്ക് വേറെ എന്തൊക്കെ ഉണ്ട് മനോ? അരി, പട്ട, ഗ്രാമ്പു. ആ, പട്ട, ഗ്രാമ്പു. അവനറിയാം. ശരി, നീ എന്റെ കൈയാളുന്നു. നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു അപ്രന്റീസ് ആയിട്ട്. ശരി, അരി, പട്ട, ഗ്രാമ്പു, മല്ലിയില. ആദ്യം മനു മുണ്ടാണ്ടിക്ക്, നീ മുണ്ടാണ്ടിക്ക്, ഞാൻ പറയാം. അരി, ഓക്കെ. ഉള്ളി. നീ മുണ്ടാണ്ടിക്ക്. ആ ശരി, ഉള്ളി. അതായത് ഒട്ടിപ്പിടിക്കാത്ത അരി. അതെന്തരിയാണ്? ബിരിയാണിയിൽ ഒട്ടിപ്പിടിക്കും. നിന്റെ ബിരിയാണി ഒട്ടാറില്ലേ? സോന മസൂരി. ചെറിയ ചെറിയ അരിയല്ലേ അത്? സോന മസൂരി. ചെറിയ ചെറിയ അരി സോന മസൂരിയാണ്. ഓക്കെ, സോ അരി, സോറി, ചെറിയ ചെറിയ അരിയായിട്ടുള്ള സോന മസൂരി. ശരി, സീരിയസ് ആയിട്ട് സോന മസൂരി, ഉള്ളി, പട്ട, വെള്ളം. മിണ്ടാണ്ടിക്ക്. വെള്ളം എല്ലാത്തിനും വേണം. നീ ഫ്ലോ ഒരു മിനിറ്റ്, നീ ഒരു കാര്യം ചെയ്യും. ഞാൻ പറയണത് തെറ്റാണോ ശരിയാണോ പറയും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാൻ ഉറപ്പായി. ഓക്കെ, അരി, സോന മസൂരി അരി. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പോയിട്ട് എന്റെ ബുക്ക് എടുത്തിട്ട് വരാം. നീ സിമ്പിൾ ആയിട്ട് പറയും. ഇല്ല, തെറ്റും പറയൂ. അരി. ഇതേതോ തമിഴ് സിനിമയില് കാലയില് 6 മണി, ഏതൊരു സിനിമയിലില്ലേ? അരി, ഉള്ളി, പട്ട, ഗ്രാമ്പു, വെള്ളം, പിന്നെ ഉള്ളി പറഞ്ഞു മനു. അരി, ഉള്ളി, പട്ട, ഗ്രാമ്പു, വെള്ളം, ഉപ്പ്, ബിരിയാണി മസാല, വെളുത്തുള്ളി. മുട്ട പറഞ്ഞു വെച്ച ഇന്ന് മുട്ട ബിരിയാണി. മുട്ട ബിരിയാണി നല്ലപോലെ. ശരി, മുട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 സാധനങ്ങൾ. വേറെ ഏതാ വിട്ടിരിക്കുന്നത്? മേ ബി ചെറിയ ഉള്ളി. ഓക്കെ, 10 സാധനങ്ങൾ. അപ്പൊ ആദ്യം പറഞ്ഞ ഉള്ളിയോ? ഉള്ളി പറഞ്ഞു, അന്നാ 9 സാധനങ്ങൾ. 9 ഒന്നും കൂടി പറയും. വേണ്ട കേട്ടോ, ഒന്നും കൂടി പറയുന്നേ. റൈസ്, കൊറിയാണ്ടർ ലീഫ്. മനുവിന്റെ അഭിപ്രായത്തിൽ ബിരിയാണിക്ക് എന്തൊക്കെ വേണം മോനെ? സാലഡ്. എനിക്ക് ഫസ്റ്റ് അതല്ല, ഇൻഗ്രീഡിയൻസ്. സാലഡ് കൂടെ. वो भाई हाथ का काम है, मैं कर देगा. ബാക്കി പറയും. എന്താ പറയാ, ഉള്ളി ഉണ്ടാവണം, മല്ലിയില, പട്ട, ഗ്രാമ്പു,
മുട്ട. അവന്റെ എക്സാം കഴിഞ്ഞില്ലേ? അതന്നെ. ഇനി നാളെ മുതൽ ഇവൻ കുക്ക് ചെയ്യട്ടെ. ജസ്റ്റ് എല്ലാം പറഞ്ഞ അച്ഛ സെയിം പറഞ്ഞു. ശരി, അതിന്റെ സ്റ്റെപ്പ് പറഞ്ഞു. ആദ്യം എന്താ ചെയ്യണ്ടേ? അതെ, ഞാൻ നമ്മുടെ കൂടെ ക്യാമറമാനാണ്. ശരി, നീ ഇന്ന് എന്റെ ക്യാമറമാൻ ആയിക്കോ. നിനക്ക് ഞാൻ പ്രൊമോഷൻ തരുന്നു. ശമ്പളം ഇരട്ടി. മുട്ട എന്ത് ചെയ്യും? മുട്ട പുഴുങ്ങും, എന്നിട്ട് തിന്നും. മുട്ട ബിരിയാണി അല്ലേ? ശരി, ഞാൻ പറഞ്ഞുതരാം. നീ ഒരു കാര്യം, ഓക്കെ, എല്ലാം മാറ്റി പറഞ്ഞു. ഓക്കെ, ഇതൊന്നും ഇതുവരെ പറഞ്ഞൊന്നും ഇടണ്ടാവനോ, എല്ലാം ക്യാൻസൽ ചെയ്തു. I feel ഞാൻ for the egg you must put it in boiling water so that the skin could come off really easily. I've seen mom soak the egg. ടിപ്സും പറഞ്ഞു കൊടുക്കും. അതല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞു തരാം. നീ ക്യുക്കായിട്ട് പറഞ്ഞോട്ടെ, അത് ഞാൻ എഴുതിയെടുക്കുന്നു, ഞാൻ ചെയ്യും. അപ്പൊ ആ 12 മിനിറ്റ് വെക്കുന്ന സമയത്ത് 12 മിനിറ്റ് എന്തുവാ ഇന്ന് ഭക്ഷണം തരാട്ടോ കുട്ടിക്ക്. അച്ഛ ബിരിയാണി ഉണ്ടാക്കണം പൊന്നാ. അവനെന്നെ പേടിയായി. അവന് പേടി. ചിരിക്കി, അച്ഛ ബിരിയാണി ഉണ്ടാക്കുന്ന പറയുമ്പോ ചിരിക്കി. അതിൽ മുട്ടക്കറിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് പറയാ, അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് പേടിയായിട്ട് വന്ന് അവന് മാംഗോ ജ്യൂസ് കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മള് ഇതിനെ 12 മിനിറ്റ് വെച്ചു. അത് ചൂട് മസാല എടുക്കുന്നു, ഈ ബിരിയാണി തുറന്നതിലേക്ക് ഇടുന്നു, മിക്സ് ചെയ്യും. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കും. അമ്മ ഇവിടെ മനോ, ഇപ്പൊ ഇതിലിപ്പോ ഇതൊക്കെ ഇട്ടുണ്ട് കണ്ടോ? നീ പറഞ്ഞ സാധനങ്ങളൊക്കെ. വെളുത്തുള്ളി ഇട്ടുണ്ട്, ചെറിയ ഉള്ളി ഇട്ടുണ്ട്, ഇഞ്ചി ഇട്ടുണ്ട്. ഇഞ്ചി ഇത്തിരി കൂടി പോയി, അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇഞ്ചി ബിരിയാണി ആവും. പച്ചമുളക് ഇട്ടുണ്ട്, ചെറിയ ഉള്ളി ഇതാ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. ഒരു ഉദ്ഘാടനം നടത്തുന്നോ അമ്മോട് ചോദിക്കാം, അമ്മയുടെ അവസ്ഥ എന്താണ്. നീയേ വേണമെങ്കിൽ ഇവിടെ വന്ന് ഇരുന്നു, ഒന്നും ചെയ്യണ്ട. ഇതെവിടെ ചേർത്ത് തരാം, അവിടെ ഇരുന്നോ. ചേർത്ത് തരാം, ഞാൻ ഇവിടെ ഇരിക്കാൻ. എനിക്ക് എന്താണ്? നീ ഒന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സാധനങ്ങൾ ഇട്ടത് ഇഞ്ചി ബിരിയാണി ആയോ സംശയം. ഇഞ്ചി കൂടിയോ? ഇല്ല, കുഴപ്പമില്ല. ശരി, ഓ എല്ലാം അത് എത്ര വൃത്തിയായിട്ട് വെച്ചേക്കണം നോക്ക്, എല്ലാ സാധനങ്ങളും. ഓ വാവ് നോക്കേ. ശരി, അതെന്നാ ചതക്കും. ഞാൻ ചതച്ചു തരാം. വേണ്ട വേണ്ട, നോ നോ, നീ വെറുതെ നോക്കിയാൽ മതി. ശരി, ഇതിന് അടപ്പില്ല. ഇതിന് അടപ്പ് വേണ്ടേ? വെച്ചിട്ട് ഇതല്ലേ അടപ്പ്. ഇത് അടി പോണ സാധനം. ഞാൻ ചെറിയ മിക്സി ഹാൻഡിൽ ചെയ്തിട്ടില്ല ഇതുവരെ. കിച്ചോ, ഗീവ് മീ സ്പേസ്. മാറി നിൽക്കാം, അച്ഛൻ ചെയ്യട്ടെ. ഇതേതാണ് പാനസോണിക്കിന്റെയോ? നീ മലയാളത്തിൽ എനിക്ക് മുട്ട ബിരിയാണി വേണം പറയും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരില്ല. പറയും, എനിക്ക് മുട്ട ബിരിയാണി വേണം പറയും. വെരി ഗുഡ്. അപ്പൊ കിച്ചു അങ്ങനെ പറഞ്ഞത് കൊണ്ട് അച്ഛൻ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ. ഇത് എന്തെങ്കിലും തെറുക്കി പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇഞ്ചിയിൽ ഇത്ര നാരൊക്കെ ഉണ്ട്. കിച്ചു ചില സാധനങ്ങൾ കറക്റ്റായിട്ട്. അത് ഓഫാണല്ലേ. എന്താ കുഞ്ച് ഇത്ര ശബ്ദോ? ഇന്നേ വരെ ഈ കിച്ചണിൽ ഇത്ര വലിയ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. അടച്ചിട്ടില്ല. അപ്പോ ഒരു മിക്സ് ശരിക്കും ശരിക്കും അല്ലല്ലോ, എന്താ സംഭവം? മാറിയത് എന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ മാത്രം ആവശ്യമില്ലാത്ത ശബ്ദമൊക്കെ വരുന്നേ. എന്തോ ഒരു ട്രിപ്പ് ഉണ്ട്. എന്ത് ഷേക്ക് ചെയ്തിട്ട് എന്താണ് വല്ല ശബ്ദം നോക്ക്. ഇത് ഒന്നുമല്ല, നീ എന്തോ ഒരു ഇല്ല, എന്തോരം വിട്ടിട്ടുണ്ട്. നീ ഉണ്ടാക്കുമ്പോ ഇത്ര ശബ്ദം വരാറില്ല ഇതിന്റെ ഉള്ളിൽ. അത് വെച്ചത് അടച്ചത് ശരിയല്ലാണ്ട്. എന്നെ
എന്നെ ഒന്ന് പോലീസ് പിടിച്ചിട്ട് പോകുന്നു തോന്നുന്നു. നിക്ക് നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ഇപ്പൊ എന്ത് ചെയ്തത്? പിടിക്ക്, ഞാൻ നോക്കട്ടെ. ഞാൻ ചെയ്യുമ്പോ മാത്രം എന്താണ് അടച്ചത് ശരിയല്ല. ചതക്ക്. മിക്സിയിൽ ഇട്ടിട്ട് ചതയ്ക്കുക. എന്നാ പിന്നെ ആ സാധനം കൊണ്ടോ ഇതുകൊണ്ട് എടുത്ത് അയ്യേ, അതുകൊണ്ട് ചതക്കല്ല, ഇത് പാക്കിയല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, അത് പൊളിഞ്ഞു. അതാ അപ്പൊ ശ്യാമക്കുട്ടനെ അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും ഇതാണ് ശ്യാമുട്ട. എന്തായി? ആദ്യത്തെ 2 പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കണ്ടല്ലോ. ഇത് മല്ലിയിലയും അണ്ടിപ്പരിപ്പും, മല്ലിയില, അണ്ടിപ്പരിപ്പ്, പുതിന ഇല, ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചത്. ഇത് നേരത്തെ ബോംബ് പൊട്ടിച്ച സാധനം. കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പുറത്തേല് മുട്ടയായിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ആയി കണ്ടില്ലേ? ഇത് ഉള്ളി. ഉള്ളി ഇതിന് ഇങ്ങനെ വരുന്ന ഉള്ളി ഇതിനെ കൂടുതൽ എങ്ങനെ തിന്നായിട്ട് അരിയും? വല്ല ടിപ്സും ഉണ്ടോ? ഉണ്ട്, നന്നായിട്ട് തിന്നായിട്ട് അരിയും. ബിരിയാണി അല്ല. അയ്യോ, ചെറുതാക്കല്ലേ അമ്മ, ബിരിയാണിക്ക് നീളത്തില്ല. ഇതിനെ തിന്നായി പോയാൽ എന്റെ കൈ മുറിയും. എന്നാ സൗകര്യം പോലെ ചെയ്താൽ മതി, കൈയൊന്നും മുറിക്കണ്ട. അതാ നല്ലത്. ചെറുതായാലും കുഴപ്പമില്ല. ഉള്ളി അപ്പൊ ചെറുതായിട്ട് അരിയ തിന്നായിട്ട്. അരി കഴുകി വെച്ചു, അപ്പോഴല്ലേ അത് വാർന്നു കിട്ടുള്ളൂ. ഇത് പിന്നെ ചെയ്യാം. അരി കഴുകാം. ഓക്കെ. അപ്പൊ ഇതാ സോനാ മസൂരി. വെള്ളം ഉണ്ടാവും, ഇങ്ങടിക്ക് ഒഴിച്ചാൽ മതി. അരി അതിലേക്ക് ഇട്ടാൽ മതി. നിങ്ങൾ ഏത് ചെറിയ അരി വേണമെങ്കിലും എടുത്തോളിട്ടോ. ഞാൻ സോനാ മസൂരിയാണ് ഉപയോഗിക്കുക. നീയല്ല, ഞാനാ പറയും. നിങ്ങൾ ഏത് അരി വേണമെങ്കിലും എടുത്തോളൂ. നേരത്തെ കണക്കാൻ 1.5 ഗ്ലാസ്. 1.5. നോക്കട്ടെ അവിടെ മാറി എഴുതി വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി. നല്ലോണായി. അപ്പോ ഇനി അര കഷ്ടിച്ചെടുത്താൽ മതി. ഈ ഗ്ലാസിന്റെ സൈഡിൽ പഠിച്ച അരിയൊക്കെ കണക്ക് പോടും. എവിടെ സാരമില്ല, അതിൽ തന്നെ ഇടും. ഞാൻ എന്നിട്ട് ഒലിമ്പി തരാം. ഇതൊപ്പയ്ക്ക് മുറിക്കൂ. നിനക്ക് വയ്യാത്തന്നെ ഞാൻ ചെയ്യാൻ വന്നു. അപ്പൊ നീ ശരി എന്നാ ചെയ്തോ. ശരി, ഇത് ഇതിന്റെ പർപ്പസ് നടക്കില്ല കേട്ടോ. നീ അരിയുടെ ആവശ്യമില്ലല്ലോ. ഇല്ല, അടച്ചു വെക്കട്ടെ. കഴുകിയിട്ട് ഇത് ആ ചല്ലടയിൽ വാർത്ത് വെക്കും. എത്ര ഗ്ലാസ് വേണം? അതിപ്പോഴല്ല, കഴുകല്ലേ. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഇതാണ് നീ പറഞ്ഞ വയനായിലല്ലേ? അതെ. അങ്ങനെ പിച്ചെടുക്കാം. ഇതിലിപ്പോ നമ്മൾ എണ്ണയും നെയ്യും ആക്കി വെച്ചിട്ടുണ്ട്. വലിയ സീക്രട്ട് ഒന്നുമില്ല. ഇത് പൊട്ടിക്കണ്ട, പൊട്ടിക്കാൻ പറ്റൂല. ഇവിടുത്തെ അങ്ങനെ എന്നിട്ട് മതി. ഉള്ളി അത് ഗ്രാമ്പ് പൊട്ട് ഞെട്ടേ. ഇന്നെന്താ എല്ലാം പൊട്ടിത്തെറിക്കുന്നു? എല്ലായിടും നോക്കാം. താഴെ പോയ ഉള്ളിക്ക് യോഗമില്ല. നല്ലൊരു ബിരിയാണിയുടെ ഭാഗമാകാൻ യോഗമില്ലാതെ എന്തിനോ വേണ്ടി താഴെ കിടക്കണം. കൈകൊണ്ട് ഇടൂ. ഇങ്ങോട്ട് വേണം എൻ്റെ കയ്യിലേക്ക് തീർക്കാൻ. ഇപ്പൊ തന്നെ മണം വന്നു ഇല്ലല്ലേ? എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, വെറുതെ മണം വരും. ഇല്ലേ, ഉണ്ടോ? എന്തിനും മണം വരുന്നില്ല. ഇത് പോയത് പുകഞ്ഞ പുള്ളി പുറത്ത്. അത് കളയണ്ട. ആ ഉള്ളി വിൽക്കണ വിലക്ക് എനിക്ക് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കര പ്രിൻസിപ്പൾ. ആ ഉള്ളി വിൽക്കണ വിലക്ക് അതിനെന്തിനാ കളയുന്നത്? അതിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്?
ചുവന്ന് ഗോൾഡൻ കളർ ആവണം. എങ്ങനെ? ഗോൾഡൻ കളർ എങ്ങനെയാണ്? സിമ്മിൽ. അതെന്താ കാര്യം? ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു സംഭവം ചെയ്യുന്നതിനും ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ആ പാകം വരണതിനും രണ്ടും രണ്ട് വ്യത്യാസമാണ്. ബിരിയാണിക്ക് ടൈം അധികമില്ല, പക്ഷെ ഈ പ്രോസസ്സ് ടൈം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി എന്റെ ബിരിയാണി എങ്ങാനും ടേസ്റ്റ് ആയിട്ട് വന്നാൽ ഈ ടിപ്പ് കൊണ്ടാണ് വന്നതെന്ന് പറയാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ ഒന്നും അവകാശപ്പെടുന്നില്ല. ഇനി ഇറക്കിയിട്ട് കാര്യമില്ല, അത് തന്നെ ആവണം. അത് ശരിയല്ലോ, ഞാൻ ഇതിനെ വെറുതെ ആക്കണം. തക്കാളി മുറിക്കണം. ഇതിവിടെ വെക്കാനൊരു സ്ഥലമില്ല. തക്കാളി മുറിക്കൂ, മുട്ട നേരാക്കൂ, മുട്ട മസാല ഉണ്ടാക്കി വെക്കൂ, അതൊക്കെ ചെയ്യാലോ. വെറുതെ അല്ലേ ഗ്യാസ് ഇരിക്കണം. വെറുതെ അല്ല, നീ അരമണിക്കൂർ കൊണ്ട് സാധനം റെഡി ആക്കിയിട്ട് വരും. 4 ഗ്യാസിൽ 2 ഗ്യാസ് ഒഴിഞ്ഞിരിക്കുകയല്ലേ. പാൽപ്പായസം വെക്കൂ. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ആയാലും ബിരിയാണിയുടെ കൂടെ എന്തെങ്കിലും സ്വീറ്റ് വേണ്ടേ? ഇല്ല, വേണ്ട. നിന്റെ ഈ ഇപ്പൊ നീ തുടങ്ങിയില്ലേ ഒരു പരിപാടി നിരത്തി വെക്കല്, അത് വേണ്ട. ഒരു ദിവസം ഒരു ബിരിയാണി, കുറച്ച് വെള്ളം, കുറച്ച് മോര് സൈഡിൽ വെച്ചിട്ട് ഈ മറ്റേ മനു പറഞ്ഞ സലാഡ് അത്ര വേണ്ടു. നീയാണെങ്കിൽ അതിന്റെ സൈഡിൽ ഇത് ആർഭാടം. ഇത്തിരി പാൽപ്പായസം ഉണ്ടാക്കി താമ, ആഗ്രഹമായതുകൊണ്ടല്ലേ. ഇനി ഒരു ദിവസം ഉണ്ടാക്കാം, അടുത്ത പ്രാവശ്യം ചെവി വേദന പറ്റേ. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? പകുതിയാക്കി വെച്ചാ പോലെ 4 ആക്കി വെക്കട്ടെ. ചെറുതാക്കും. ഇനിയും ചെറുതാക്കും. ആ, എനിക്ക് തോന്നുന്നു വലിയ തക്കാളിയാണ്, അതുകൊണ്ട് അര മതിമ. അര സലാഡിലിടാം. അയ്യോ, നീ എല്ലാം കൂടി പറഞ്ഞപ്പോ എനിക്ക് തെറ്റി. ഞാനിപ്പോ എന്ത് പറഞ്ഞു? പാൽപ്പായസം ഉണ്ടാക്കൂ. ഇത് ആദ്യം എങ്ങനെ തീർക്കട്ടെ എന്ന് നോക്കട്ടെ. ഇത് തീർക്കാൻ പറഞ്ഞ പാടെ എനിക്കറിയുള്ളൂ. അപ്പോഴാണ് പാൽപ്പായസം പഞ്ചാമൃതം ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തെറ്റി, എന്റെ ഫ്ലോ പോയി. മനുവാണ് ക്യാമറമാൻ നല്ലത്. അവൻ പാവട്ടോ, ഉറങ്ങി. അവനെ ക്ഷണ ഒങ്ങി, അവന് താണു. വായന നിങ്ങൾ പോയി കളിക്ക്. ഞാൻ നിങ്ങക്ക് കുറച്ച് കഴിഞ്ഞ് ബിസ്ക്കറ്റ് തരാം. അവന് കിടക്കട്ടെ. നീയല്ലേ തക്കാളി വൈറ്റുക സിമ്മിൽ പറഞ്ഞു. അതിപ്പോഴല്ലേ അത് ഗോൾഡൻ ബ്രൗൺ ആവണം. മണം തൈര്, കശ്മീരി ചില്ലി, മല്ലി, മഞ്ഞൾ, ഉപ്പ്. അതിപ്പോഴല്ല, അപ്പുറത്തേനുള്ളത്. മുട്ട എടുക്കൂ. എല്ലാത്തിനെയും പേടിച്ച് സമീപിക്കരുത്. അല്ല, ഇന്നത്തെ എന്തോ ഒന്ന് സമയം ശരിയല്ല. എല്ലാത്തിനും ഒരു ശബ്ദം. അതിമനോഹരമായ മുട്ട. ശരി, അതാവട്ടെ. ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. അവിടെ ഞാൻ വെള്ളത്തിനോട് അരി വെച്ചിരിക്കുന്നു. വേണ്ട, 6 മുട്ട. നീ പറഞ്ഞ മുട്ട കണക്ക് പകുതിയാക്കി, പകുതി ഇങ്ങടാക്കുന്നു, പകുതി അവിടെ തന്നെ വെക്കുന്നു. 4 വിസിൽ കറക്റ്റായിട്ട് മുട്ട ആവട്ടില്ലേ? ഓ, ചൂട് കിട്ടാം. നോക്കിട്ട് പതുക്കെ പോട്ടെ കാര്യങ്ങൾ. ഇതിപ്പോ വേണമെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്താൽ അവര് കഴിച്ച് കടന്നു കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങനായി. കാരണം ഇത് വയറൊന്നറിയേ. 12 എണ്ണായി. 1 2 3 4 5 6 ആയിരിക്കും വെച്ചു. 6 ഇതിലേക്ക് വെച്ച 6നെ നമ്മൾ ചെറുതാക്കുന്നു. ആദ്യം ഇത് വെച്ച് ചെറുതാക്കിയാൽ അത് എവിടെയൊക്കെ കറവറ അല്ല, ആദ്യം മഞ്ഞ മാറ്റുക. മഞ്ഞ മാറ്റിയിട്ട് വേണം ചെറുതാക്കാൻ. മഞ്ഞ പൊടിഞ്ഞു വരുന്ന മഞ്ഞയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രേവി ആക്കും. ഇവിടെ തന്നെ വെക്കണം. കാരണം ഇവിടെ അതാവുണ്ട്. അതാണ് നീ ഇപ്പൊ സിം വെക്കാൻ പറഞ്ഞത്. ഏതാണ്ട് മനസ്സിലായത് കണ്ടോ? ആ മണം അതന്നെ കിച്ചന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. കണ്ടോ മണം വന്നു പറഞ്ഞിട്ട്. അതൊക്കെ ആവട്ടെ. ഇവിടെ ധൃതി വെക്കാൻ പാടില്ല.
ഇവിടെ നിന്നല്ല, ജീവിതത്തിൽ എവിടെയും നിർത്തി വെക്കണ്ട. ആയിക്കോട്ടെ. ശരി. ഈ വെള്ളയും മഞ്ഞയും തിരിച്ചില്ലേ? എന്നിട്ട് വെള്ളേനെ മഞ്ഞ പൊടിക്കും. ആദ്യം മഞ്ഞ കൈകൊണ്ട് പൊടിക്കട്ടെ. ആ പൊടിച്ചു. ഇല്ലെങ്കിൽ മുട്ട ബിരിയാണി ഒരു ചേർച്ചയില്ലാത്ത പോലെ ഉണ്ടാവും. മുട്ട ആർക്കോ വേണ്ട പോലെ. അതെ അതെ അതെ, ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ്. ഓക്കെ, ഇനി മാറ്റ് ചെയ്തു. ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനെ ഒന്ന് 4 ആക്കിയാൽ പോരെ? അല്ല, കുഞ്ഞു കുഞ്ഞായിട്ട്. ഓ, ചെറുതാക്കിയിട്ടാണോ? ആ ഇവിടെ ഇതാ, അത് കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് വന്നാൽ ഇവിടെ മറ്റുള്ളതൊക്കെ ഇടാം. ഇവിടെ ലൈറ്റ് ഗോൾഡൻ ആയിട്ടുണ്ട്. എവിടേക്ക്? അല്ല, ഇത് തീർക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഇഞ്ചി വെളുത്തുള്ളിയുടെ മിശ്രിതം അതൊക്കെ ഇടട്ടെ. അങ്ങനെ ലൈറ്റ് ഗോൾഡൻ ആയില്ലേ? അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ഇതൊരു ചതച്ച് വെച്ച. ഇനി ഫ്ലെയിം കൂട്ടാം. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ഈ മുട്ട ബിരിയാണി മണമൊക്കെ വരുമ്പോഴേ നമുക്കൊരു സന്തോഷം വരും. ഈ മുട്ട ബിരിയാണി കണ്ണേട്ടൻ അങ്ങോട്ട് ഉണ്ടാക്കി അത് ഒന്നോടൊന്ന് തൊടാതെ വന്ന് ആ ബിരിയാണിയുടെ ഫോമിൽ വന്നിട്ട് കഴിക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്. അതെ. ഇനി അടുത്തതിടും തക്കാളി. ഹാഫ് തക്കാളി. യെസ്, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഇടാം. നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാത്തിനും യൂസ് ചെയ്യും. സെയിം അല്ലേ? ഉപ്പിടും. ഉപ്പാണ്. ഉപ്പ് വേണമെങ്കിൽ നീ ഇട്ടോട്ടോ. അതെ, ഞാൻ എൻ്റെ കൈ ഇതിന് ഉപ്പ് ചെയ്യാം. പറഞ്ഞാൽ മതി. അല്ല, ഞാനിടാം. എന്താ അറിയോ, ചോറിന് വേറെ. ഓക്കെ, ഇതിപ്പോ റൈസ് കറക്റ്റ് ആയിരിക്കും. നീ മറ്റേ സാധനം ഒഴിക്കണ്ടേ? അല്ല, ഇളക്കൂ. വെള്ളം ഇതൊക്കെ ഒലുമ്പി നമുക്ക് ഒഴിക്കാം. ലാസ്റ്റ് അരിയുടെ വെള്ളത്തിൽ ആ 2.5 ഗ്ലാസ് വെള്ളമില്ലേ, അത് ഇതൊക്കെ ഒലുമ്പാട്ടോ. എന്നിട്ടുള്ള വെള്ളം മതി. വെള്ളം ആയിട്ടില്ല, ഒലുമ്പാ പറയാ. എന്തായി ഷാജിയേട്ടാ? നമ്മൾ അറിയാതെ നമ്മളൊരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറക്കലാകുമായി. അതാണ് ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത്രയും ചെവി വേദനയാണ്, പോസ്റ്റിനൊന്നും ഒരു കുറവില്ലല്ലോ എന്ന്. എന്റെ പാഷനാണ് കുക്കിംഗ്. അല്ല, എന്റെ പാഷനാണ് കുക്കിംഗ്. ഞാൻ വയ്യാണ്ട കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ തീരുമാനിക്കുക എനിക്ക് അത്രയ്ക്ക് വയ്യാണ്. ബാക്കിയുള്ളത് ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ മൈൻഡ് കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടില്ല. ഇത് എൻ്റേതായിട്ടുള്ള പാഷൻ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് എനിക്ക് താല്പര്യം. ചടഞ്ഞുകൂടി കിടക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്യും. അപ്പൊ ഇതായില്ലേ, ഇനിയിപ്പോ അടുത്തത് പോട്ടെ. പൊടികൾ ഒന്നും ഇട്ടിട്ടില്ല, എന്തെങ്ങനെ അന്തം വിട്ടോണ്ട് പൊടികൾ കാശ്മീരി മല്ലി മഞ്ഞൾ ഉപ്പിട്ടല്ലോ. അത് സാമ്പാർ പൊടി എഴുതി വെച്ചിട്ടുണ്ട്. അത് 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 കുളമ്പ് മുളകാത്തൂൾ. അതല്ല, അത് അമ്മയാണ്. ഐ താഴെ അറ്റത്ത് അത് കാശ്മീരി. ഈ അറ്റത്തുള്ളത് മഞ്ഞൾ. സ്പൂൺ അതാ അവിടെ. എടുത്തോളൂ, പക്ഷെ കുറച്ചിട്ടാ മതി. ഈ പൊടികളൊന്ന് ഞാൻ ഇട്ടാലോ? മസാല ബിരിയാണിയുടെ എഫക്റ്റ് പോകണ്ട. കാശ്മീരി ആയി. ഇനി മഞ്ഞൾപ്പൊടി ഇടും.
അത് ഇത് മല്ലി ഇട്ടോളൂ. അത് മല്ലിയാണ്, ഇട്ടോളൂ. എല്ലാം ഒരേ സ്പൂൺ കേട്ടോ. ഇട്ടോളൂ. ഒരു സ്പൂണ് മല്ലി ഇട്ടു. പോരാ. ആ ഓക്കെ. മല്ലി. അറ്റത്തുള്ളത് മഞ്ഞൾ. അത് പിന്നെ കുറച്ച് മതി. ഇട്ടു. ഉപ്പിട്ടല്ലോ. ഇനി എല്ലാം അടച്ചു വെച്ചോളൂ. ഇനി ഇളക്കും. ഇനി നമുക്ക് തൈര് വേണം. അതൊരു സംഭവം ഉണ്ടാക്കി വെക്കാനാ. ഇളക്കും. സാരമില്ല, വേഗം ഇളക്കിയ. വലിയ സ്പൂണിന് ഒരു സ്പൂൺ മതി. ഇളക്കിക്കോ. ചൊരണ്ടണ്ട, വന്നോളൂ. അത് നമ്മളിനി വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ. എന്തിനിപ്പോ ബേജാറാവണം? എനിക്ക് പെട്ടെന്ന് അടി പിടിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് പ്രസന്റേഷന്റെ ഇടയിൽ തെറ്റിയ പോലെ തോന്നി. ബേജാറാവരുത്. ഓക്കെ. ഇനി എന്താണ്? ഞാൻ ആലോചിക്കണ ചോപ്ഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പൻസ് എന്താവും? ഞാൻ ഏഷ്യനെറ്റിൽ ജഡ്ജായിരുന്നതിൽ കൊടുത്തതല്ലേ ബ്ലാക്ക് ബോക്സ്. ഇത് നോക്കിയിട്ട് എന്താ ചെയ്യാലേ നോക്കാണ്ട് അരി ഇടും. അരി എവിടെ? അരി എവിടെ കിടണം? കിടട്ടെ. കൈ കൊണ്ടിടല്ലേ നല്ലത്. അത് ശരിയാണ്. അത് ഹൈജീൻ. ഞാൻ കുറച്ച് ഹൈജീനാണ്. എല്ലാവരുടെയും തെറിക്കണുണ്ട്. ഞങ്ങളുടെ അസലായിട്ട് ഓരോ അരിമണിയിലും പിടിക്കട്ടെ. ആ പഞ്ചായത്തിൽ ഓരോ അരിമണിയും പറിച്ചെടുക്കണം. അതെ. എല്ലാത്തിലും ആയല്ലോ. ഓക്കെ. ഇനി 2.5 ഗ്ലാസ് വെള്ളം. എല്ലാം കൂടെ ഇതാവട്ടെ. ആ കയ്യിൽ അവിടെ ഇട്ടിട്ട് 2.5 ഗ്ലാസ് വെള്ളം ഏതിലൊക്കെ ഒഴിക്കും? ഇതൊക്കെ ഒലുമ്പാനുണ്ട്. മിക്സി അതിലല്ല 2.5 ഗ്ലാസ് വെള്ളം. നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിലായിരിക്കും. എന്തിനാണ് വേറെ? തക്കാളി തന്നെ. 2.5 ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് എല്ലാം ഒലുമ്പും. ഒലുമ്പ് ഇതിലേക്ക്. ഇത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ ഈ സാധനം ഇവിടെയൊക്കെ ഉണ്ട്. ഇതെവിടെയൊക്കെ ഉണ്ട്. ആദ്യം 1 ഗ്ലാസ് ഒഴിക്കണം. ആദ്യം 1 ഗ്ലാസ്. ഓക്കെ. ഒലിക്കും. 2.5 ഗ്ലാസ്. അത്രേ ഉള്ളൂ. 2 1/2 കൂടണ്ട. കൂടിയാ പോയി. ഇതങ്ങോട്ട് അസലായിട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്ത് എല്ലാവിടുന്നും ഒന്ന് ഉപ്പ് നോക്ക്. ഉപ്പ് നോക്ക്. കുറച്ചെടുത്തിട്ട് ഉപ്പിന്റെ എനിക്ക് വലിയ മണം ഗുണമൊന്നും വരുന്നുണ്ട്. ഇനിയിപ്പോ വരുമോ? എന്ത് അസല് മണം വരുന്നുണ്ട്. പിന്നെന്താ? ഉണ്ടോ മനോ? എന്തെങ്കിലും മണം വരുന്നുണ്ടോ?
എന്നാ ഇടയ്ക്കൊന്ന് പറഞ്ഞൂടെ? മനുഷ്യനോട് അടിക്കുന്ന ടെൻഷനോട് കഴിയും കണക്കില്ല. ശരി, അടച്ചു വെക്കട്ടെ. എന്റെ അടപ്പോടെ അതാ വിസിൽ വേണ്ട, എന്നിട്ട് ആവി വരണം, എന്നിട്ട് വിസിലിടണം. ഓ അങ്ങനെയാണ്. ആ അടയ്ക്കും. ഈ കുക്കറിന്റെ അടപ്പ് ഞാൻ പണ്ടേ ചെയ്തില്ല. ഇനി ഫുള്ളിൽ വെക്കും. ആ ഫുള്ളിൽ വെക്കും. ഓഫായി. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് സിമ്മിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, നീ അടുത്തത് പോട്ടെ. മസാല അല്ല അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് നിങ്ങളുടെ ആറ്റാലേ? ആ എന്താ കാണിക്കുന്നേ? ഏതാണെന്ന് അറിയണ്ടേ? അല്ല ഇപ്പൊ എന്താ പ്രശ്നം? നീ എന്താ ഞാൻ ഓൺ ചെയ്യുമ്പോഴൊക്കെ നീ വന്ന് ഓഫ് ആക്കരുത്. കണ്ണേട്ടാ, ആദ്യം മനസ്സിൽ ഒരു കാൽക്കുലേഷൻ വെക്കൂ. എന്താണ് ഈ സാധനം ഇവിടേക്ക് നീങ്ങിയാൽ കണ്ണേട്ടൻ ഇവിടെ എങ്ങനെ കുക്ക് ചെയ്യും? ഞാനിത് ഇവിടെ കുക്ക് ചെയ്യും. അത് ചെറിയ വലിയ ബർണർ അല്ലേ, ചുറ്റോട് ചുറ്റും കറുക്കില്ലേ? അതും എനിക്ക് പറ്റില്ല. ഓ ഇത് പുതിയതിന്റെ അഹങ്കാരം. പുതിയതിന്റെ അല്ല, അതിപ്പോ എടുത്തതാണെന്ന് മാത്രം. ഇപ്പൊ ഇതിന്റെ വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെക്കണം. അപ്പൊ ഇല്ലെങ്കിൽ വിസിൽ വന്നതിന് ശേഷം വെക്കാൻ പറ്റുള്ളൂ. ആ ആവി വരുന്നു. മാറ്റല്ല, ആദ്യം വിസിലിടും. കൈ പൊള്ളിക്കണ്ട, കൈ പൊള്ളിക്കരുത്. ആ യെസ്. 12 മിനിറ്റ്. 12 മിനിറ്റ് കണക്കുണ്ട് ഇവിടെ. 11, 10, 12. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ബോംബാണ് ഇപ്പോൾ. അത് മതി, കേൾക്കോ ശബ്ദം? ഇത് ഓഫ് ചെയ്യട്ടെ, അത് എനിക്ക് മാറ്റട്ടെ. അത് മതി. അത് ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ ഇഷ്ടം. ശരി ശരി. ഇതിലേക്ക് നെയ്യ് ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് മതി കേട്ടോ. കുറച്ച് മതി. ഇത്രയൊന്നും വേണ്ട, ഇടണം അത്ര തന്നെ ഇടുള്ളൂ. മതി. ആ ഇനി ഇതേ സാധനം യൂസ് ചെയ്യാലോ? വേണ്ട, വേറെ എടുക്കണം. ആ മറ്റേ മസാലയുടെ ഇതെടുത്തോ, സ്പൂൺ എടുത്തോളൂ. ഇനി എന്താണ് അതിൽ ഇട്ടിട്ടോ അരക്കണ്ട. ഇതാ അതെ അതെ ബിരിയാണി മസാല. അയ്യേ ഇതൊക്കെ ഉണ്ട്. അതെ മസാല, ബിരിയാണി മസാല മോളിൽ നിന്ന് എടുക്കും. അപ്പുറത്തതാ. ആ ഈസ്റ്റേൺ ഹൈദരാബാദി ഏത് ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല, ഇന്ന ബ്രാൻഡ് അത്ര. അതിന് നമുക്ക് ആകെ കുറച്ചേ വേണ്ടൂ. നിന്റെ ബിരിയാണിക്ക് മാത്രം കുറെ, എന്റെ ബിരിയാണിക്ക് മാത്രം കുറച്ച്. എന്നാ കൊണ്ടിടൂ, മസാല കുത്തും മനുഷ്യ. ആ കുറച്ച്, വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. കുറച്ചും കൂടി. ആ മതി മതി. ആ ഈസ്റ്റേൺകാർ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്തിട്ടാലും കുഴപ്പമില്ല അവരുടെ. വീണ്ടും ഇട്ടോ നീ? ആ വളരെ കമ്മിയായി. ദാ കഴിച്ചു, സമയമില്ല. മാറുന്നോട്ടെ. മതി മതി മതി. മുട്ടകളൊക്കെ ഇടും. മുട്ടയുടെ ഞാൻ എന്താണ് ഇനി അടുത്തത്? അടുത്തൊന്നും കാണാനില്ല. ആ മറ്റേ മുട്ട ഒന്നും കാണാനില്ലേ? ആ ലേശം വെള്ളം കുറച്ച്. യെസ് ഒഴിക്കൂ ഒഴിക്കൂ. ആ മതി മതി. ഇനി അങ്ങോട്ട് ഇളക്കൂ. നല്ലൊരു തിക്ക് മസാലയായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ പകുതി മുട്ട പൊട്ടിച്ചിട്ടും പകുതി മുട്ട പൊട്ടിക്കാണ്ട് ഇടുന്നതിന്റെ രഹസ്യം എന്താണ്? മറ്റേ മുട്ട ചോറിന്റെ കൂടെ കലരും. അപ്പോൾ നമുക്ക് ഓരോ ബൈറ്റിലും മുട്ട ഫീൽ ചെയ്യും.
അടച്ചു വെച്ചിട്ട് അതങ്ങോട്ട് മസാല ഇനി നിങ്ങൾക്ക് മറ്റേ ചെവി വേദന വരുമ്പോൾ നമുക്ക് ചിക്കൻ ആക്കാം. എന്ത് ചെവി വേദന വരുന്നതാണ് കണ്ണേറ്റിന് ഇഷ്ടം? അല്ല, അപ്പോഴല്ലേ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. ആ ആയി മസാല. എന്തായി? ഇതും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. ഡ്രൈ ആവട്ടെ. അടച്ചു വെക്കൂ. അടപ്പ് തരൂ. ഇനി സലാഡിന് മുറിക്കാം. സലാഡിന് ചേച്ചി മുറിച്ചാൽ മതി. ഞാനോ? വയ്യേ? അല്ല, എന്താ ഒരു ക്ഷീണം. നാരങ്ങ വെള്ളം വേണോ? അല്ല, മറ്റേതിൽ ദാഹമുണ്ടോ? മറ്റേ ആനയുടെ ഒരു കഥയില്ലേ, ഗജകേസരി യോഗ. ആ, നാരങ്ങയുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ രാത്രി ദാഹമുണ്ടോ? ആ പണ്ടാരടങ്ങി കിടക്കുന്നത് കല്യാണം കഴിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് പറഞ്ഞ പേര്. ദാഹമുണ്ടോ? ശരി, ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്താൽ ഞാൻ നല്ല ക്ഷീണം ഉണ്ടല്ലോ. പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കണത്, അല്ലാണ്ട് ഇതല്ല, ചായയല്ല. ശരി, സലാഡിന് വെള്ളം കുടിക്കാം ആദ്യം. എനിക്ക് ആകെ തൊണ്ട വേനയെന്ന് വരണ്ടു പോണ മാതിരി കണ്ണേട്ടനെ കാണുമ്പോ. സലാഡിനെ മുറിക്കണമെങ്കിലേ എനിക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ഞാൻ ചെയ്യാം. പോയി ഇരിക്കൂ കുറച്ച് നേരം. ഇല്ല, നോ പ്രോബ്ലം, ചെയ്യാം. എവിടെ ഉള്ളി കണ്ണേട്ട ഇരിക്കും, കണ്ണേട്ട ഇരിക്കും. വല്ലാണ്ട് ക്ഷീണം പോലെ. ശരി, എന്നാ സലാഡ് നീ ഉണ്ടാക്കിക്കോ. താങ്ക് യു വെരി മച്ച്. ഇതോ അതാവട്ടെ. അപ്പൊ നമ്മുടെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ലെയറിങ് അല്ല, മിക്സ് ചെയ്യാം. ഓ, എന്താണ് മണം. എടുക്കട്ടെ. ആദ്യം ഇളക്കൂ. അതെല്ലേ, അടിന്ന് അങ്ങോട്ട് പോരട്ടെ. കണ്ടോ പൊട്ടാതെ? പൊട്ടാത്ത. ഇനി ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. What do you feel? Proud. The way you said that. Such a way. ഇങ്ങനെയൊക്കെ സംഗതികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായി കുക്ക് ചെയ്യാൻ തുടങ്ങട്ടോ. പിന്നെ ഞാൻ നിന്നെക്കാട്ടിലും വലിയൊരു ഷെഫായി, വളർന്ന് വലുതായി നന്നായി വലുതായി. ഞാൻ കുറെ ആടിനെ വാങ്ങി എല്ലാം എടുത്തിടും. എനിക്ക് ഈ ശബ്ദം ഇഷ്ടമല്ല. പക്ഷെ ശബ്ദം ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് കറ പറ ശബ്ദം കേൾക്കുവേ. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോ ഇതായില്ലേ? അത് ബിരിയാണി മസാല. ഇനി ഇതിപ്പോ ആയില്ലേ? ഇനി ഈ മുട്ട അതിലേക്ക് ഇടുക. മൊത്തത്തില് അങ്ങോട്ട് അരി നോവാതെ അങ്ങോട്ട് ഇളക്കും പതുക്കെ. അരിക്ക് നോവോ? അരി പൊടിയരുത്, അതാണ് ഉദ്ദേശം. ഇങ്ങനെ, ഇതാണ് ഇങ്ങനെ കൊടയ. ആ കൊടയി അതാണ്. പഠിക്ക് പോരട്ടെ. അങ്ങോട്ട് എല്ലാം ഇടയ്ക്കും. യെസ്. Cooking biryani itself is a workout. തലയാണ് ഇളകണത്. കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. It's like he passed 100 maths exam. ഇനി തട്ടി വെക്കുക. ഇങ്ങനെ അമർത്തി, അങ്ങനെയല്ല, ഇങ്ങനെ തട്ടി വെക്കുക. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചപ്പാത്തി മൂടി ആ ദം ബിരിയാണി ആവും. അങ്ങനെയൊന്നും ആവില്ല. ഇതായില്ലേ? ഇനി മല്ലിയിലയും പുതിനയും വെച്ചിട്ട് വിതറുക. മുകളിലേക്ക് ഇങ്ങനെ അങ്ങനെ വരട്ടെ അങ്ങോട്ട്. Oh wow. I've never seen such മതി. precision. അത് നമുക്ക് ഇനി പ്ലേറ്റിംഗിലേക്ക് ഇടാം. ഇനി ഇതാ അടച്ചു വെക്കാം. I've never ഒരു seen 2 such minutes അടച്ചു വെക്കാം. precision. 2 minutes അടച്ചു വെക്കാം. യെസ്. ആയിട്ടില്ല.
അടച്ചു വെക്കാം. ഇതിന്റെ അടപ്പ് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അറ്റത്ത്. പാവട്ടോ, ബിരിയാണി ഉണ്ടാക്കിയതിന്റെ സന്തോഷമാണ്. ഇത്ര തന്നെ. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. എന്ത് തോന്നുന്നു? എൻ്റെ കീഴിൽ പഠിച്ചിട്ട് എന്ത് തോന്നുന്നു? അല്ല, അതല്ല, വിനീസ് കിച്ചണിന്റെ കീഴിൽ പഠിച്ചിട്ട് എന്ത് തോന്നുന്നു? കോൺഫിഡൻസ് ഉണ്ടോ? കോൺഫിഡൻസ് ഉണ്ട്. ഒരാൾ നിന്ന് പറഞ്ഞു തരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്. നമുക്ക് വിനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങാം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം ടീച്ചറായിട്ട്. നീ പണ്ടേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. സത്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ. സംഗതി സൂപ്പറായിട്ട് വന്നു. പക്ഷേ യെസ് മനു, ഒരു സ്പൂൺ എടുത്തിട്ട് വരും. ഇപ്പൊ നമുക്ക് തുറക്കാം. ആ, ജസ്റ്റ് അവിടെ കഴുകി വെച്ചതെന്ന് എടുത്തിട്ട് വാ. ഇനി കണ്ണേട്ടൻ അതൊന്ന് തുറക്കും. എന്നിട്ട് ആ മുട്ടയോട് കൂടിയിട്ട് ഒന്ന് ഫീൽ ചെയ്ത് കഴിക്കും. നോക്കട്ടെ. കിച്ചാപ്പു, ശബ്ദം കമ്മിയാക്കൂ. യാ ബേബി യാ. കഴിച്ചു. എടുത്തോട്ടെ. ഓ 4 പ്ലേറ്റ് എടുക്കാം. 4 പ്ലേറ്റ് ഒന്നും എടുക്കണ്ട. തൽക്കാലം 1 പ്ലേറ്റ് എടുത്താൽ മതി. എന്നിട്ട് 4 പ്ലേറ്റ് എടുക്കാം. ഓ ശരി, 4 പ്ലേറ്റ് എടുത്തിട്ട് വരാം. മുട്ട വേണമല്ലോ അല്ലേ കൂടെ? നീ ഉണ്ടാക്കി തരുന്ന അത്ര നന്നായില്ല. എവിടെ തെറ്റി? കുറച്ചും കൂടി നന്നാവും. എവിടെ തെറ്റി? ഉപ്പ് കുറച്ചും കൂടി ആവും. അതാണ്. അല്ലല്ലോ, അമ്മ ഉണ്ടാക്കി തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല. ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നം. വെറും ഉപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ ഇല്ലേ? ഉപ്പിട്ട ഇനി ഇതിലേക്ക് ഉപ്പിട്ടാ കേട് വരുമല്ലേ? ഉപ്പിട്ടാൽ നന്നായിരിക്കില്ല. പക്ഷെ നമുക്കിപ്പോ ഉപ്പിടാണ്ട് കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് ഒട്ടുമില്ല ഉപ്പ്. ഉപ്പ് വളരെ കുറഞ്ഞു പോയി. പക്ഷെ ഉപ്പിട്ടത് നീയാണേ. ഉപ്പിട്ടത് ഞാനാണ്. കുറച്ചും കൂടി ഉപ്പിടാൻ. അല്ല, ചിലപ്പോ ഇതിന്റെ സലാഡിന്റെ കൂടെ സാരമില്ല. പക്ഷെ സാറ്റിസ്ഫൈഡ്. എന്താ കണ്ണെന്താ ഇതായിട്ടിരിക്കുന്നത്? കളി കൂടിയാ? അപ്പോ വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു. ഒരു ചെവി വേദന നിന്ന് തുടങ്ങിയതാണെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കിയ ഒരു സന്തോഷമുണ്ട്. താങ്ക് യു. അല്ലേ?